ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെയും എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെയും മറന്ന് ഉണ്ണി അത് ചെയ്യില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. സീത, നോക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി അനുസരിക്കൂ. നമ്മൾ എത്ര കരഞ്ഞാലും നഷ്ടമായതൊന്നും തിരിച്ചിട്ടില്ല. സഹിക്കണം. ഉണ്ണി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനത് സഹിക്കുക. പക്ഷെ എനിക്കിത് അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഭൂമിയില് ഞാൻ തനിച്ച. എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ആര് പറഞ്ഞു തനിച്ചാണെന്ന്? നിന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ വിടരുന്നില്ലേ? അത് നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആത്മാവിന്റെ ഭാഗമാണ്. അതിനോട് കാരുണ്യം കാട്ടണം, സ്നേഹം കാട്ടണം. ആ കുഞ്ഞ് നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഒരു കാപ്പി പോലും തരാൻ ഞാൻ മറന്നു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ബോംബെയിൽ ഞാൻ വരുമ്പോഴൊക്കെ കുട്ടി എനിക്ക് ഒരുപാട് വെച്ച് വിളമ്പിട്ടില്ലേ. ഞാൻ ഇറങ്ങുന്നു. ഞാനിപ്പോൾ കോഴിക്കോടിന് പോകുന്ന വഴിയാണ്. അടുത്ത ആഴ്ച ഞാൻ ബോംബെ പോകുന്നുണ്ട്. എൻ്റെ പടത്തിൻ്റെ ഒരു 5 ദിവസത്തെ വർക്ക് അവിടെയുണ്ട്. നമ്മുടെ ഷെരീഫ് കോട്ടപ്പുറം ഇപ്പോഴും ബോംബെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാനവനെ കാണും. എനിക്കറിയണം ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീണ്ടും വരും. അതുവരെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സഹിച്ച് നിന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. എല്ലാം ശരിയായി വരും. സമാധാനമായിട്ടിരിക്കും. ശരിയാവില്ലെന്നേ. മുസ്ലിയാർ പോയി സംസാരിച്ചിട്ട് എന്തായി? അവനൊന്നും സമ്മതിക്കില്ല. ധിക്കാരി. ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ 2നെ ഇവിടുന്ന് തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ 2നെയും തല്ലി കൊന്ന് പുഴയിലെറിയുക. തല്ലോടിച്ചാലൊന്നും അബു പോവൂല. അവനൊരു കാര്യം മനസ്സിലുറച്ചാൽ അതുറച്ചതാ. അതാ ഞാൻ പറഞ്ഞത്. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവി വേദമോതിയിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് സമ്മതിച്ചാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു.
മോനെ അബു, എന്ത് പറ്റടാ? അവരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. രാഘവനാരോടേക്ക് പോ. വേണ്ട, ഈ രൂപത്തിൽ സീത കണ്ട വിഷമാവും. വേറെ എവിടേക്കാടാ ഞാൻ നിന്നെ കൊണ്ടുപോവാ. അവിടെ ആകുമ്പോ സമാധാനം കിടക്കുകയും ചെയ്യാം. വാ. ഒക്കെ ഞാൻ കാരണ. സീത തോൽക്കരുത്. ഞാൻ കൂടെ ഉണ്ടാവും. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب. എന്നെ കാണിക്കാതെ മയ്യത്തിറക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് എന്റെ ഉമ്മാനെ കാണണം. അനക്ക് മയ്യത്ത് കാണണ കണ്ടോ? മയ്യത്ത് എടുക്കണ എടുത്തോ, അതോടെ ഞങ്ങളെല്ലാം പോവും. എടുക്ക ഇജ്ജ് മാത്രമേ കാണൂ. പിന്നെ കബറടക്കാൻ പള്ളിയിലോട്ടും കൊണ്ടുവരണ്ട. എന്താ സമ്മതിച്ച? സമുദായത്തെ മുഴുവൻ ധിക്കരിച്ചവനല്ലേ ഇജ്ജ്? മയ്യത്തടിക്ക്.
ഇല്ല, സാരമില്ല. എൻ്റെ ഉമ്മ എൻ്റെ നെഞ്ചിനകത്തുണ്ട്. ആര് വിചാരിച്ചാലും എൻ്റെ ഉമ്മാനെ എന്നെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്തിനാ കരയുന്നേ? എനിക്കൊരു വിഷമവുമില്ല. വിഷമമില്ലെന്ന് പോയി കിടന്നോളൂ. അബുക്ക, ആരോ വരുന്നുണ്ട്. അകത്തേക്ക് പോയിക്കോ. ആരാ? സീതയുടെ വീട് ഇത് തന്നെയല്ലേ? അതെ. നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. പേര് ലോഹിത് ദാസ്. അബുക്ക, ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നേ. അകത്തേക്കിരിക്കാം. അബു അല്ലേ? അതെ. കടവത്ത് വെച്ച് കേട്ടു കഥകളൊക്കെ. സത്യം ആർക്കും അറിയണ്ട സാറേ. സീതയുടെ ജീവൻ അവർക്ക് വേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെങ്ങളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ബോംബെ പോയപ്പോ ഷെരീഫിനെ കണ്ടിരുന്നോ? കണ്ടു. ഉണ്ണി ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ്. ആര്? അധോലോകത്തിലെ രാജാക്കന്മാർ. അധോലോകത്തെക്കുറിച്ച് ഉണ്ണി ഒരു ഫീച്ചർ എഴുതിയിരുന്നില്ലേ? അതിൻ്റെ പകുതെടുത്തതാണ്. രോഗവും ആത്മഹത്യയൊക്കെ അവർ കെട്ടിച്ചമച്ച കള്ളക്കഥകൾ. അവരുടെ ഉപ്പും ചോറും ഉണ്ടെന്ന കുറെ പത്രക്കാർക്ക് അത് എളുപ്പം കഴിഞ്ഞു. പക്ഷേ സത്യം എന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിയുടെ കൊലയാളികൾ അറസ്റ്റിലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, സത്യം തെളിയുമെന്ന്. പടച്ചോൻ എല്ലാം അറിയുന്നുണ്ട്. എന്ത് തെളിഞ്ഞാലും ഉണ്ണി എനിക്ക്